എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ആ ഒരു ട്രിഞ്ചി ബ്രിഡ്ജ് കാണിക്കുന്നു. ഇപ്പൊ സായി ആവട്ടെ അവന്റെ സ്ക്രോൾ എടുത്ത് ഇപ്പൊ അവിടേക്ക് വിരിച്ച് ഒരുപാട് എലികളെ ആ ഭാഗം മുഴുവനായിട്ട് ഇപ്പൊ സ്പ്രെഡ് ചെയ്ത് വിടും. അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ട്രാപ്പോ ശത്രുക്കളോ മറിഞ്ഞിരിപ്പുണ്ടോ എന്ന് ആ എലികളാവട്ടെ ഇപ്പൊ മുഴുവനായിട്ടും ചെക്ക് ചെയ്യും. എലികളെല്ലാം ഇപ്പോ അവിടെ ചെക്ക് ചെയ്ത് തിരിച്ചു വരുമ്പോ സായി പറയും, ഇവിടെ മുഴുവനായിട്ടും ഇപ്പൊ ചെക്ക് ചെയ്തു, ഇവിടെ യാതൊരു കുഴപ്പമില്ല, എല്ലാം സേഫാണ്. മാസ്റ്റർ പറയും, എല്ലാവരും റെഡി ആയിട്ട് നിൽക്കണം, ഞാനിപ്പോ ട്രാൻസ്ഫോർമേഷൻ ജിപ്സ് ഉപയോഗിച്ച് സാസുരിയായി മാറാൻ പോവാണ്. ഈ ഒരു ഫോട്ടോ അത് കറക്റ്റ് ആയിട്ട് പിടിക്കണം, ഇത് നോക്കി വേണം എനിക്ക് അവനായി മാറാന്ന് പറഞ്ഞ് മാസ്റ്റർ ആവട്ടെ ഇപ്പൊ സെക്കൻഡ് കൊണ്ട് സാസുരിയായി തീരും. എല്ലാവരും ഇപ്പൊ മാസ്റ്ററിനെ കണ്ട് വണ്ടർ അടിച്ചു നിൽക്കും. മാസ്റ്റർ പറയും, ഞാൻ എന്റെ സൗണ്ട് അത് ഓരോ ലെവലില് ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യും. അതിൽ സാസുരിയുടെ വോയിസ് കേൾക്കുമ്പോ നീ കറക്റ്റ് ആയിട്ട് പറയണം, ഞാൻ പിന്നീട് ആ ഒരു സൗണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു പറഞ്ഞ് ഇപ്പൊ അവൻ പതിയെ ഓരോ ശബ്ദങ്ങളായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. അവൻ കറക്റ്റ് ആയിട്ട് ഇപ്പൊ സാസുരിയുടെ വോയിസ് എടുക്കുമ്പോ അത് കേട്ട് സാക്കുറ ഞെട്ടും. ഇത് തന്നെയാണ് അവന്റെ വോയിസ്. ഇപ്പൊ മാസ്റ്റർ പറയും, ഈ ഒരു മിഷൻ അത് സക്സസ് ആവണമെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ ടീം വർക്ക് അത് കൂടിയേ തീരൂ. ഞാൻ സിഗ്നൽ തരുമ്പോൾ മാത്രമേ നിങ്ങൾ കളത്തിലിറങ്ങാൻ പാടുള്ളൂ. അതുവരെ എല്ലാവരും ഓരോ സ്ഥലത്ത് സേഫ് ആയിട്ട് നിൽക്കണം. അങ്ങനെ അവരെല്ലാവരും ഇപ്പൊ ഓപ്പണന്റിനെ തേടി ഓരോ സ്ഥലത്ത് അങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്. മാസ്റ്റർ ആവട്ടെ ഇപ്പൊ സാസുരിയുടെ വേഷത്തില് ദൂരെ ഒരു സ്ഥലത്ത് പോയി വളരെ കാഷ്വൽ ആയിട്ട് മുൻപോട്ട് നടക്കും. ഇവിടെ സായും സാക്കുറയും കുട്ടപ്പനും അവരോരോ ദിശയില് ഇപ്പൊ പതുങ്ങി നിൽക്കുകയാണ്. നമ്മുടെ 3 സ്വത്തുമണികളും ആ ഒരു ട്രെഞ്ചി ബ്രിഡ്ജിനെ ലക്ഷ്യമാക്കി അങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടിൽ നിന്ന് ഇപ്പൊ ആ ഒരു സ്പൈ അവൻ നടന്നു വരുന്നതായിട്ട് അവര് കാണും. സാക്കുറ പറയും, നമുക്ക് മുൻപോട്ട് പോവാൻ ഇപ്പൊ സമയായി. അവള് മുൻപിൽ നടക്കുമ്പോ ബാക്കി 2 പേരും ഇപ്പൊ അവളുടെ പിന്നാലെ തന്നെ വരും. മാസ്റ്റർ ആവട്ടെ ഇപ്പൊ സാസുരെ പോലെ തന്നെ കൂളായിട്ട് ആ ഒരു ട്രെഞ്ചി ബ്രിഡ്ജിലേക്ക് നടന്നെടുത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ 3 സ്വത്തുമണികളും ആ പാലത്തിന്റെ തൊട്ടടുത്തെത്തുമ്പോ ഇപ്പൊ സാക്കുറ പറയും, ഒന്നും മിണ്ടരുത്, ഈ ഒരു പാറയുടെ പുറകില് നമ്മൾ മറഞ്ഞു നിൽക്കണം. കുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ബോറടിക്കാൻ തുടങ്ങും. കാരണം ഒരുപാട് നേരമായി അവരവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സായി സൂക്ഷ്മമായിട്ട് ഇപ്പൊ ദൂരേക്ക് നോക്കിയിട്ട് വരും. അവൻ വരുന്നുണ്ട്, അവനെ ദൂരത്തായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒട്ടനെ കുട്ടപ്പൻ ഞെട്ടി എഴുന്നേക്കും. ഇവനെങ്ങനെ മനസ്സിലായി അവൻ വരുന്നുണ്ടെന്ന്? ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ ദേഷ്യത്തില് ചുറ്റും നോക്കാൻ തുടങ്ങും. പക്ഷെ അവിടെ എവിടെയും അവൻ ആരെയും കാണാൻ കഴിയില്ല. അപ്പൊ സാക്കുറ ആ ഒരു സ്പൈ ഇപ്പൊ പാലത്തിലേക്ക് പതിയെ കയറുന്നത് കാണും. അതുകൊണ്ട് അവളും ഷോക്കായി നിൽക്കുമ്പോ അവസാനായിട്ട് ഇപ്പൊ നമ്മുടെ കുട്ടപ്പനും ആ ഒരു സ്പൈയെ കാണും. സാക്കുറ പതിയെ ഇപ്പൊ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. അതിൽ സാസുരി പറഞ്ഞ ആ ഒരു കാര്യം, അവൻ ഒറോച്ചിമാറുവിന് വേണ്ടി വർക്ക് ചെയ്യുന്നവനാണ്, പക്ഷേ അവൻ എന്റെ സ്പൈ ആണ്. ആ സ്പൈ അവൻ ആ ബ്രിഡ്ജിലൂടെ നടന്ന് ഇപ്പൊ പകുതി എത്തിയിട്ടും നമ്മുടെ മാസ്റ്ററിനെ മാത്രം അവര് കാണില്ല. അപ്പൊ ദൂരത്തുനിന്നായിട്ട് ഇപ്പൊ ഒരു ബെല്ലടിയുടെ സൗണ്ട് കേട്ട് നമ്മുടെ ആൾക്കാര് അവിടേക്ക് നോക്കും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ഇപ്പൊ സാസുരിയുടെ വേഷത്തില് മാസ്റ്റർ നടന്നു ചെല്ലുന്നതായിട്ട് നമ്മുടെ ആൾക്കാർ കാണും. അവര് ശ്വാസം മുറുക്കി പിടിച്ച് അത് നോക്കി നിൽക്കുമ്പോ സാസുരി ആവട്ടെ ആ ഒരു സ്പൈന്റെ തൊട്ടടുത്തെത്തും. ആ ഒരു സ്പൈയെ ഇപ്പൊ കൂളായിട്ട് സാസുരി നോക്കി പറയും, ഒരുപാട് കാലായി നമ്മൾ കണ്ടിട്ട്. പക്ഷെ അപ്പോഴായിരിക്കും സാസുരി മാസ്റ്റർ ആ ഒരു സ്പൈയുടെ ഫേസ് കാണുക. അത് മറ്റാരുമല്ല, സാക്ഷാൽ കബൂട്ടോ. കബൂട്ടോ പറയും, നമ്മൾ കണ്ടിട്ട് ഇന്നേക്ക് 5 കൊല്ലായി. മാസ്റ്റർ കബൂട്ടോട് ചോദിക്കും, നിന്റെ പുറകില് ആരെങ്കിലും ഉണ്ടോ? നീ സേഫ് ആയിട്ടാണോ ഇവിടെ വരെ എത്തിയത്? അവൻ ക്യാഷ്വലായിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഇപ്പൊ പറയും, കുഴപ്പമൊന്നുമില്ല, ഞാൻ സേഫ് ആയിട്ടാണ് ഇവിടെ എത്തിയത്. ഇത്ര കാലായിട്ടും ഒറോച്ചിമാറുവിന് എന്നെ കുറിച്ച് യാതൊരു സംശയവും. പക്ഷെ എന്റെ തല അതിപ്പോ വേദനിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഒരുപാട് കാലം ഇതെനിക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഇവിടെ കുട്ടപ്പനും സാക്കുറയ്ക്കും ഓൾറെഡി കബൂട്ടോയെ കുറിച്ച് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഇവനാണ് അക്കാസ്കി ഓർഗനൈസേഷന്റെ സ്പൈ എന്ന് പറയുമ്പോ ഇവിടെ കബൂട്ടോ പറയും, വേഗാവട്ടെ, നിനക്ക് എന്താ അറിയാനുള്ളതെന്ന് വെച്ചാ പെട്ടെന്ന് ചോദിക്ക്. ഒറോച്ചിമാറുവിന് ഞാൻ എപ്പോഴും അടുത്ത് വേണം, എന്നെ കണ്ടില്ലെങ്കില് അത് വലിയ കുഴപ്പമാവെന്ന് പറയുമ്പോ ഇപ്പൊ മാസ്റ്റർ ചോദിക്കും, എനിക്കറിയേണ്ടത് സാസുകയെ കുറിച്ചാണ്, അവനിപ്പോ എവിടെയുണ്ട്? അതിന് കബൂട്ടോ പറയും, ഒറോച്ചിമാറുവിന് ഒരുപാട് ഒളിസ്ഥലങ്ങളുണ്ട്. ഒരാഴ്ചയിൽ കൂടുതൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കാറില്ല. ഓരോ ആഴ്ച കൂടുന്തോറും ഞങ്ങൾ ഓരോ സ്ഥലത്ത് നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. ഞങ്ങളുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നത് അത് വളരെ പ്രയാസമാണ്. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് നോർത്തിലുള്ള ഒരു ഐലൻഡിലാണ്. ഇനിയും 3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ അവിടെ നിന്നും മാറും. പക്ഷെ കുഴപ്പമൊന്നുമില്ല, സാസുക അവൻ ഓക്കെയാണ്. ഇവിടെ കുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ചെവിയില് വിരലൊക്കെ ഇട്ട് എനിക്കൊന്നും കേൾക്കുന്നില്ല. അവര് സംസാരിക്കുന്നുണ്ടോ അതോ പരസ്പരം സൗന്ദര്യം നോക്കി നിൽക്കാണോ ചോദിക്കുമ്പോ അതിന് സാക്കുറ പറയും,
വാവ്! നീ ഇത്രയ്ക്ക് മന്ദബുദ്ധിയാണല്ലേ? അവര് കാണാതിരിക്കാനാണ് നമ്മൾ ഇത്രയും ദൂരത്തില് മറഞ്ഞു നിൽക്കുന്നത്. നമ്മൾ ഇത്രയും ദൂരത്തായതുകൊണ്ടും കാറ്റ് വീശുന്നതുകൊണ്ടാണ് അവര് പറയുന്നതൊന്നും നമ്മൾ കേൾക്കാത്തത്. ഇവിടെ കബൂട്ടോ പറയും, ഞാൻ പറയാൻ വന്ന കാര്യം അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാന്ന് പറയുമ്പോ ഇപ്പൊ ദൂരത്തായിട്ട് ഒരു ശബ്ദം കേൾക്കും. അവര് പേടിച്ച് തിരിഞ്ഞു നോക്കും. അപ്പൊ ഒരു മുയല് അതുവഴി ചാടിപ്പോവും. അതുകൊണ്ട് മാസ്റ്റർ പറയും, അതൊരു മുയലാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയത്ത് ഇപ്പൊ മരത്തിന്റെ തൊട്ടു പുറകില് സാക്ഷാൽ ഒറോച്ചിമാറു ഇതെല്ലാം കണ്ട് അങ്ങനെ നിൽക്കാണ്. ഒറോച്ചിമാറു ആവട്ടെ അവന്റെ പാമ്പിനെ ഉപയോഗിച്ച് ആ ഒരു മുയലിനെ അങ്ങനെ തന്നെ തിന്നും. ഇവിടെ കബൂട്ടോ ഒറോച്ചിമാറുവിനെ കൂട്ടിക്കൊണ്ടു വന്നതാണോ അതോ കബൂട്ടോയെ ഫോളോ ചെയ്ത് ഇപ്പൊ ഒറോച്ചിമാറു വന്നതാണോ എന്നൊന്നും അറിയില്ല. ഇവിടെ കബൂട്ടോ പറയും, നീ എന്തുകൊണ്ടാണ് ആ ഒരു മിഷനെ കുറിച്ച് എന്നോട് ചോദിക്കാത്തത്? മാസ്റ്ററിന് മനസ്സിലാവും ഇനി ഇത് തുടർന്നാല് തീർച്ചയായിട്ടും 8ന്റെ പണി കിട്ടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഇവിടുന്ന് ഓടി രക്ഷപ്പെടണം. കബൂട്ടോ ആക്ച്വലി ഒറോച്ചിമാറുവിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ പറയും, ഒറോച്ചിമാറു തൊട്ടടുത്താണ് ഇപ്പൊ ട്രാൻസ്ഫർമേഷൻ ആയത്. പക്ഷെ അവന്റെ ഫ്രീക്വൻസി അതെന്താണെന്ന് ഇതുവരെയായിട്ടും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആക്ച്വലി സാസുരിക്ക് സെല്ലുലാറിനെ കുറിച്ചും റേഡിയേഷൻസിനെ കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നല്ല അറിവാണ്. അതുകൊണ്ട് സാസുരിയുടെ സഹായത്തിന് വേണ്ടിയാണ് ഇപ്പൊ കബൂട്ടോ ഇവിടേക്ക് വന്നത്. ഇവിടെ കുട്ടപ്പനാണെങ്കില് ഇപ്പൊ കലി കേറി കേറി വരും. എത്ര നേരായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക, നമുക്ക് 3 പേർക്കും ഓടിച്ചെന്ന് റൗണ്ട് ചെയ്ത് കബൂട്ടോയെ പിടിച്ചാലും ചോദിക്കുമ്പോ അതിന് സാക്കുറ പറയും, വേണ്ട വേണ്ട, മാസ്റ്റർ പറയുന്നത് പോലെ മാത്രമേ നമ്മളിപ്പോ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ കബൂട്ടോ ആവട്ടെ അവൻ കൈ നീട്ടിയിട്ട് പറയും, നിങ്ങൾ എനിക്ക് തരാന്ന് പറഞ്ഞ ആ ഒരു സാധനം അതെത്രയും പെട്ടെന്ന് തായോ, എന്നിട്ട് വേണം എനിക്ക് തിരികെ ഒറോച്ചിമാറുവിന്റെ അടുത്തേക്ക് പോവാൻ. ഇത് ഒറോച്ചിമാറു എങ്ങാനും കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് വലിയ കുഴപ്പമെന്ന് പറയുമ്പോ മാസ്റ്റർ ആവട്ടെ ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞ് വണ്ടടിച്ചിരിക്കുകയാണ്. മാസ്റ്റർ കത്തിയെടുത്ത് ഇപ്പൊ കബൂട്ടോയ്ക്ക് നേരെ ചാടുമ്പോഴായിരിക്കും കബൂട്ടോ തിരിഞ്ഞു നോക്കുക. അപ്പൊ അവന്റെ തൊട്ടു പുറകില് ഇപ്പൊ ഒറോച്ചിമാറുവിനെ കാണും. കബൂട്ടോ വെട്ടിത്തിരിഞ്ഞ് ഇപ്പൊ കറങ്ങി അടിച്ച് മാസ്റ്ററിന്റെ മുൻപിൽ വന്ന് നിൽക്കും. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലേ നീ കത്തിയെടുത്തതെന്ന് മാസ്റ്ററിനോട് കബൂട്ടോ പറഞ്ഞ് ഇപ്പൊ മാസ്റ്ററിനെ കവർ ചെയ്ത് നിൽക്കാണ് കബൂട്ടോ. മാസ്റ്റർ ആണെങ്കില് ഇപ്പൊ ശ്വാസം എടുത്തു വിടും. തലനാരഴയ്ക്ക് ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പൊ ഞാൻ സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടപ്പനും സാക്കുറയ്ക്കും സായിക്കും വലിയ അപകടം ഉണ്ടാക്കും. ഇവിടെ കബൂട്ടോ പേടിച്ച് വിറച്ചു നിൽക്കുമ്പോ ഒറോച്ചിമാറു പറയും, എനിക്ക് ആക്ച്വലി താങ്ക്സ് പറയാനുള്ളത് നിന്നോടാണ് സാസുരി. കാരണം നീയാണ് എനിക്ക് കബൂട്ടോയെ തന്നത്. ഞാൻ ഒരുപാട് വട്ടം ഹ്യൂമൻ ടെസ്റ്റ് ട്രൈ ചെയ്തതാണ്, പക്ഷെ എന്നെ കൊണ്ട് അതിന് സാധിച്ചില്ല. പക്ഷെ കബൂട്ടോയുടെ മെഡിക്കൽ ഗെഞ്ചിപ്സു അത് ശരിക്കും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതുപയോഗിച്ച് ഞാൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി. മാത്രമല്ല ഞാനത് റീയൂസ് ചെയ്തു. സത്യത്തിൽ നിന്റെ സ്പൈ കബൂട്ടോ അവൻ അടിപൊളിയാണെന്ന് പറയുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ, സാക്കുറ നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, കാര്യങ്ങൾ കൈവിട്ട് പോകും മുമ്പ് നമുക്ക് ഇടപെടാന്ന് പറയുമ്പോ സാക്കുറ പറയും, ഇല്ല ഇല്ല, മാസ്റ്റർ പറയാതെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ മാസ്റ്റർ ആണെങ്കില് ഇപ്പൊ കൂലങ്കക്ഷായി ചിന്തയിലാണ്. കബൂട്ടോയുടെ കൂടെ കൂടി ഇപ്പൊ ഒറോച്ചിമാറുമായിട്ട് ഫൈറ്റ് ചെയ്താ അത് തീർച്ചയായിട്ടും വലിയ മണ്ടത്തരമാണ്. കാരണം സാസുരി അവൻ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇനി അതല്ല, ഞാൻ സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ അവര് 3 പേരും ഇവിടേക്ക് വന്നാ തീർച്ചയായിട്ടും ഒറോച്ചിമാറു അവരുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കും. ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നറിയാതെ ഇപ്പൊ മാസ്റ്റർ ആവട്ടെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ്. കബൂട്ടോ ഉടനെ ഇപ്പൊ അവന്റെ കയ്യിൽ ചക്ര പവർ കൊണ്ടെന്ന് അങ്ങനെ തിരിഞ്ഞ് മാസ്റ്ററിട്ട് ഒരൊറ്റ അടി. ആ ഒരു അടിയില് ഇപ്പൊ മാസ്റ്റർ ഞെട്ടിപ്പോയി കറങ്ങി അടിച്ച് താഴെ വീഴും. കബൂട്ടോയ്ക്ക് ഓൾറെഡി അത് സാസുരി അല്ല എന്ന് പിടികിട്ടിയിരുന്നു. ഒറോച്ചിമാറു ടെൻഷൻ അടിച്ച് ഇപ്പൊ ഒരുപാട് പാമ്പുകളെ അവിടേക്ക് കൊണ്ടുവരും. പാമ്പുകൾ അങ്ങനെ തന്നെ ഇപ്പൊ മാസ്റ്ററിനെ ചുറ്റി വലിയും. പക്ഷെ മാസ്റ്റർ ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സ് ഉപയോഗിച്ച് അവിടുന്ന് രക്ഷപ്പെടും. ആ ഒരു വുഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കാണുമ്പോ കബൂട്ടോ ചോദിക്കും, ഇതാണോ സാസുരിയുടെ യഥാർത്ഥ രൂപം? അതിന് ഒറോച്ചിമാറു പറയും, സാസുരിയുടെ യഥാർത്ഥ രൂപം അതെനിക്കറിയില്ല, പക്ഷെ ഒരിക്കലും ഇത് സാസുരി അല്ല. അത് കേൾക്കുമ്പോ ഇപ്പൊ മാസ്റ്റർ പറയും, നീ ഇത്രയും കാലവും ഒറോച്ചിമാറുവിനെ പറ്റിച്ച് സാസുരിക്ക് വേണ്ടി സ്പൈ വർക്ക് ചെയ്യുകയല്ലായിരുന്നോ? അതിന് കബൂട്ടോ പറയും, ആ ഒരു സ്പൈ വർക്ക് അത് ഞാൻ പണ്ടേ നിർത്തിയതാണ്. ഒറോച്ചിമാറുവിന്റെ കഴിവും പവറും കണ്ട് ഞാൻ അവന്റെ ഫാനായി. ഇപ്പൊ അവന് വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സാസുരി അടിച്ചു കൊല്ലാനായിട്ട് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷെ ഞങ്ങളുടെ കെണിയിൽ വീണത് അത് സാസുരി അല്ല, മറിച്ച് നീയാണ്. ഒറോച്ചിമാറു പറയും, കൂടുതൽ കഥ അത് നമുക്ക് പിന്നീട് പറയാം. ഒളിച്ചിരിക്കുന്ന ആ 3 പുലിക്കുഞ്ഞുങ്ങളെ ഇപ്പൊ പുറത്തേക്ക് വിളിക്ക്. മാസ്റ്റർ വേറെ ഒന്നും ആലോചിക്കില്ല. ആൾ സിഗ്നൽ കൊടുക്കുമ്പോ തന്നെ ഇപ്പൊ നമ്മുടെ 3 മുത്തുമണികളും അവിടേക്ക് ചാടി വീഴും. നറൂട്ടോ ആണെങ്കിൽ അവന്റെ 9 ടൈൽ ഫോക്സിന്റെ പവർ എടുത്ത് ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കും. അങ്ങനെ 2 ടീമും ഇപ്പൊ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത്
ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.